പോയി കറള. അങ്ങനെ ഞാൻ ആ മരുന്നെടുത്ത് കളഞ്ഞത് അച്ചാച്ചിയുടെ ഫ്രണ്ടിലേക്കായിരുന്നു. അങ്ങനെ അച്ചാച്ചി അതെടുത്ത് മാറ്റി. പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ചോറ് മുട്ടായൊക്കെ വാങ്ങി തൊട്ടടുത്തുള്ള വീട്ടുകാർക്കും പിന്നെ എൻ്റെ വീട്ടുകാർക്കും എനിക്കും എല്ലാം തന്ന് വളരെ സന്തോഷത്തോടെ അച്ചാച്ചി അങ്ങനെ അങ്ങ് വാങ്ങി അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് അതിന് ശേഷം എന്താ പറയുക, അടുത്തുള്ള ഘട്ടങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിച്ചു. സത്യം പറഞ്ഞ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ഈ 2023 ആ സമയം വരെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെ കൊണ്ടാണ്. പിന്നീട് ഞാൻ ആലോചിച്ച് എന്തിരുന്നാൽ പോലും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ജീവിച്ച് മുന്നോട്ട് കാണിക്കണം. അത് ഉള്ള സമ്പാദ്യത്തിൽ നമ്മൾ എങ്ങനെയോ ഉള്ള സമ്പാദ്യത്തിൽ നമ്മൾ ആരെയും കൊണ്ട് പറയിപ്പിക്കാണ്ട് ജീവിച്ച് കാണിക്കണം എന്നുള്ള വിചാരണത്തോടുകൂടി ഞാൻ ആ ഒരു ചിന്താഗതി ഞാൻ അങ്ങനെ 2023 കളഞ്ഞു. പിന്നീട് അതിന് ശേഷം അങ്ങനെ ഞാൻ ചിന്തിക്കാനോ ചെയ്യാനോ ഒന്നിനും പോയിട്ടൊന്നുമില്ല. നമ്മൾ ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഞാൻ മരിക്കാനായിട്ട് ഇങ്ങനെ എത്തുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറെ വ്യക്തികളുടെ മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ആണെന്നും പെണ്ണെന്നും ഇല്ലാണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ഫീലാകും. പിന്നെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ നല്ലോണം എന്താ പറയുക, എൻ്റെ കാര്യം നോക്കി ഞാനങ്ങനെ മുന്നോട്ട് പോകുന്നു. അതെ, അത്